ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് ഒരു 10 വർഷം മുന്നേ ഇരിട്ടി കീഴ്പള്ളി എന്നൊരു കൊച്ചു ഗ്രാമത്തിൽ നിന്ന് കാണാതെ പോയ അല്ലെങ്കിൽ തട്ടിക്കൊണ്ടുപോയ നമ്മുടെ ദിയ ഫാത്തിമ എന്ന മോളുടെ കാര്യം പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള കാര്യങ്ങളൊന്നും പറയേണ്ട ആവശ്യമുള്ളതെന്നായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒട്ടുമിക്ക ആൾക്കാർക്കും, കേരളത്തിലെ ഒരു 85% ആൾക്കാർക്കും ദിയ ഫാത്തിമേൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം. 10 വർഷങ്ങൾക്ക് മുന്നേ സ്വന്തം വീട്ടുമുറ്റത്ത് നിന്ന് അല്ലെങ്കിൽ വീട്ടിൻ്റെ ഉള്ളിൽ സിറ്റ് ഔട്ടിൽ നിന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൊച്ചിനെയാണ് കാണാതായിട്ടുള്ളത്. ഒരു കുഞ്ഞു ഭാവിയായിരുന്നു, 1.5 വയസ്സായിരുന്നു ദിയ ഫാത്തിമയ്ക്ക് കാണാതാവുന്ന സമയത്തുള്ള പ്രായം. പിന്നെ ഒരുപാട് പോലീസുകാരൊക്കെ അന്വേഷിച്ചു, പക്ഷെ എങ്ങും എത്തിയില്ല. കേസ് തേഞ്ഞു മാഞ്ഞു പോയി എന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. നഷ്ടപ്പെട്ടത് ആ കൊച്ചിൻ്റെ ഉമ്മയ്ക്കും ബാപ്പയ്ക്കും മാത്രമാണ്. അപ്പോൾ ഒരു 2 വർഷം മുന്നേ ജുനൈദ് നമ്പില്ലത്ത് എന്ന് പറയുന്നൊരു വ്യക്തി ഒരു സ്വപ്നം കാണുകയും ദിയ ഫാത്തിമ എന്ന മോളെ സ്വപ്നത്തിൽ കാണുകയും അതിനെ തുടർന്ന് പുള്ളിക്കാരൻ ഈ കേസിൻ്റെ പുറകെ പോയി കൊച്ചിനെ കണ്ടുപിടിക്കണം എന്നുള്ള ഒരു അതിയായ ആഗ്രഹം കൊണ്ട് ഈ കേസിൻ്റെ പുറകെ ഇറങ്ങിത്തിരിക്കുകയാണ് ചെയ്തത് നമ്മുടെ ജുനൈദ് കാക്ക. അപ്പോൾ പുള്ളിക്കാരൻ കണ്ടെത്തുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ സോഷ്യൽ മീഡിയ വഴി, യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ വഴി പുള്ളിക്കാരൻ എല്ലാവരെയും അറിയിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഒരു 3-4 ദിവസത്തെ ഗ്യാപ്പിൻ്റെ ഉള്ളിൽ പുള്ളിക്കാരൻ ഇന്നതായി കാര്യങ്ങൾ, ദിയ ഫാത്തിമേൻ്റെ കാര്യം ഇന്നതായി എന്ന് പറഞ്ഞിട്ട് ഓരോരോ വീഡിയോസിലൂടെ നമ്മളെ എല്ലാവരെയും അറിയിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഞാനടക്കമുള്ള ഓരോ ആൾക്കാർക്കും ക്യൂരിയോസിറ്റിയാണ്, എന്ത് സംഭവിച്ചു, ദിയ ഫാത്തിമേൻ്റെ കാര്യം എന്തായി, കുട്ടി എവിടെയുണ്ട്, ജീവിച്ചിരിക്കുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ എന്നെ പോലുള്ള എല്ലാവർക്കും ഭയങ്കര ക്യൂരിയോസിറ്റിയാണ്. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇന്നലെ ജുനൈദ് നമ്പില്ലത്ത് ഒരു ലൈവ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ലേറ്റസ്റ്റായി അറിയാൻ കഴിഞ്ഞ കാര്യങ്ങൾ ഇത്രയാണ്. ദിയ ഫാത്തിമ എന്ന് പറഞ്ഞ കുട്ടി ജീവിച്ചിരിക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തിലല്ല, എനിക്ക് തോന്നുന്നത് ഒരു 75% തമിഴ്നാട്ടിലാവാനൊരു ചാൻസ്. ബാക്കി 25% നമ്മുടെ ആന്ധ്രാപ്രദേശ് അല്ലെങ്കിൽ കർണാടക ഇങ്ങനെയുള്ള സ്ഥലത്തായിരിക്കും ദിയ ഫാത്തിമ എന്ന മോൾ ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ടാവുക. ഒരു സത്യം പറഞ്ഞാൽ എന്താ, നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, ഗ്രാമത്തലവൻ അല്ലെങ്കിൽ ഗൗണ്ടർമാർ, ഇങ്ങനെയുള്ള ഏതോ ഒരു കാറ്റഗറിയിൽപ്പെട്ട ഹൈ റിച്ച് ടീമിൻ്റെ അടുത്താണ് അത്രയും സ്വാധീനമുള്ള ഒരു ടീമിൻ്റെ കയ്യിൽ അവരുടെ വീട്ടിൽ ഒരു മോളായി, ഒരു രാജകുമാരിയെ പോലെ, ഒരു ദേവിയെ പോലെയാണ് ദിയ ഫാത്തിമ ഇന്ന് വളർന്നു വരുന്നത് എന്നാണ് നമുക്ക് ജുനൈദ് നമ്പില്ലത്തിൻ്റെ ഇന്നലെ ഇട്ട വീഡിയോ ഒന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ദിയ ഫാത്തിമേൻ്റെ ഒറിജിനൽ അതായത് ശരിക്കുള്ള ഉപ്പയ്ക്കും ഉമ്മയ്ക്കും ഇനി ആ കുട്ടീനെ തിരിച്ചു കൊണ്ടുവന്നാൽ തന്നെ ആ കുട്ടിക്ക് ഈ സ്വന്തമായിട്ടുള്ള അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്ത് ജീവിച്ചു പോകാൻ പറ്റുമോ എന്നുള്ള കാര്യം സംശയമാണ്. കാരണം ആ കുട്ടീന്ന് അന്യൊരു നാട്ടിൽ അത്രയും സുഖസൗകര്യത്തിൽ ജീവിക്കുകയാണ്. അപ്പോൾ ഇനി ഈ കുട്ടീനെ നിയമവശങ്ങളിൽ കൂടെ തിരിച്ചു കൊണ്ടുവന്നാൽ തന്നെയും ആ കുട്ടിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ എത്രത്തോളം പറ്റുന്ന അറിയത്തില്ല. കാരണം ആ കൊച്ചിൻ്റെ ഒന്നും അറിയാത്തൊരു 1.5 വയസ്സുള്ള കൊച്ചിന് ഓർമ്മ പോലും ഉണ്ടാവില്ല സ്വന്തം അച്ഛനും അമ്മേനും. ആ കൊച്ച് ജനിച്ചപ്പോൾ തൊട്ട് അല്ലെങ്കിൽ ആ കൊച്ചിന് ഓർമ്മ വെച്ച കാലം തൊട്ട് ഇപ്പോൾ ഉള്ള മാതാപിതാക്കൾ ആരാണോ, ഇപ്പോൾ ആ കുട്ടീനെ ആരാണോ വളർത്തുന്നത്, അവരായിരിക്കും ആ ദിയ ഫാത്തിമ മോൾക്ക് അച്ഛനും അമ്മയും. സോ അപ്പോൾ ഈ കുട്ടീനെ തിരിച്ചു കൊണ്ടുവന്നാൽ തന്നെ അത് എത്രത്തോളം ആ കുട്ടിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. പിന്നെ പെട്ടെന്നൊന്നും കൊണ്ടുവരുന്നത് പോസിബിൾ അല്ല, ഒരുപാട് നിയമവശങ്ങളുണ്ട്. കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ശക്തരാണ്. അപ്പം എന്ത് തന്നെ ആയാലും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ജുനൈദ് നമ്പില്ലത്തിനും അതുപോലെയുള്ള ജുനൈദ് നമ്പില്ലത്തിനെ സഹായിച്ച ഫ്രണ്ട്സുകൾക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. കേരളക്കരയുടെ ഒന്നാകെയുള്ള നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ ദിയ ഫാത്തിമ മോളെ എത്രയും പെട്ടെന്ന് തിരിച്ചു വരാൻ വേണ്ടി സാധിക്കട്ടെ. നിങ്ങൾക്ക് അതിനുള്ള എല്ലാവിധ സഹായങ്ങളും ഗവൺമെൻറ്റിൻ്റെയും അതുപോലെ പോലീസിൻ്റെ ഭാഗത്തു നിന്നും കിട്ടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.